ഹലോ ഗായ്സ്, വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്ന ഡ്രഗ് ഇൻട്രാക്ഷൻസ് ആണ് കേട്ടോ. സോ ബേസിക്കലി ഡ്രഗ് ഇൻട്രാക്ഷൻ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം ഒരു ഡ്രഗ് നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഡ്രഗ് കൊടുക്കുമ്പോൾ ഫാർമോ കൈനറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്, ഡൈനാമിക് പ്രോപ്പർട്ടി ഉണ്ട്, അതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം അല്ലേ. അപ്പോൾ ഈ ചില സമയങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ചില സമയങ്ങളിലൊക്കെ ഡ്രഗുകൾക്ക് പല ഇൻട്രാക്ഷൻസും ഉണ്ടായേക്കാം. ആ ഇൻട്രാക്ഷൻസ് പറയുന്നത് ഫസ്റ്റ് വൺ ഈസ് ഡ്രഗ് ഇൻട്രാക്ഷൻ. രണ്ട് ഡ്രഗുകൾ ഒരുമിച്ച് കൊടുക്കുമ്പോൾ ഒരു ഡ്രഗ് മറ്റൊരു ഡ്രഗിൻ്റെ ആക്ഷൻ കുറയ്ക്കുകയോ അല്ലെങ്കിൽ അതിൽ ഓൾട്ടറേഷനോ വരുന്നതിന് നമ്മൾ എന്ത് പറയുക, ഡ്രഗ് ഇൻട്രാക്ഷൻ എന്ന് പറയാം. രണ്ട് ഡ്രഗ് ഫുഡ് ഇൻട്രാക്ഷനാണ്. നമ്മൾ കൊടുക്കുന്ന ചില ആഹാരങ്ങൾ നമ്മൾ ഡ്രഗിൻ്റെ ആക്ഷനെ കുറയ്ക്കുകയോ അബ്സോർപ്ഷൻ കുറയ്ക്കുകയോ ചെയ്തേക്കാം. ഇനി കെമിക്കൽ ഡ്രഗ് ഇൻട്രാക്ഷനാണ്. ചില കെമിക്കൽസുകൾ അല്ലെങ്കിൽ നമ്മളെ എൻവയോൺമെൻറ്റിലുള്ള ചില കെമിക്കൽസുകളൊക്കെ ഡ്രഗുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. അടുത്തത് ഡ്രഗ് ലബോറട്ടറി ടെസ്റ്റിംഗ് ഇൻട്രാക്ഷനാണ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ എക്സാമ്പിൾ ചില ഡ്രഗുകൾ നമ്മൾ കൊടുത്തു കഴിയുമല്ലോ. കൊടുക്കുന്ന സമയത്ത് ഈ ഡ്രഗുകൾ കഴിക്കുന്ന സമയത്ത് അവർ വേറെ ടെസ്റ്റുകളൊക്കെ നടത്തുവാണ് അല്ലെങ്കിൽ ചെയ്യുവാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ലാബിലുള്ള ടെസ്റ്റിൻ്റെ വാല്യൂസിൽ ഫ്ലക്ച്വേഷൻസ് വന്നേക്കാം എന്നുള്ളതാണ്. അതാണ് ഡ്രഗ് ലബോറട്ടറി ടെസ്റ്റിംഗ് ഇൻട്രാക്ഷൻ. സോ ഒന്നുമില്ല, ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ഡ്രഗ് ഇൻട്രാക്ഷൻ ആണ്. ഫസ്റ്റ് വൺ ഇസ് പേഷ്യൻ്റ് ആണ്. ഇപ്പോൾ മൾട്ടി ഡ്രഗ് തെറാപ്പി, വേറെ ഡ്രഗുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൾട്ടി പ്രിസ്ക്രിപ്ഷൻ, ഇപ്പോൾ എക്സാമ്പിൾ പല രോഗത്തിന് പല ഡോക്ടേഴ്സിനെ കാണിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ആകാം. പുവർ പേഷ്യൻ്റ് കംപ്ലയിൻസ് മതി കഴിക്കാണ്ടിരിക്കുന്നതാവാം, ഏജ് ആകാം. പിന്നെ ഡ്രഗ് റിലേറ്റഡ് ആണ്. മൾട്ടിപ്പിൾ ഫാർമക്കോളജിക്കൽ എഫക്റ്റ്, ഇപ്പോൾ പാരസ്റ്റമോളിന് ഒരുപാട് എഫക്റ്റ് ഉണ്ട്. അതേപോലെ നാരോ തെറാപ്പറ്റിക് ഇൻഡെക്സ്, ഡോസ് ഡിപ്പെൻഡ് ഫാർമോകൈനറ്റിക്സ്. അപ്പോൾ ഇതിലുള്ള പല ടേം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അറിയാം, അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് ഡിസീസ് റിലേറ്റഡ് ആണ്. വേറെ അസുഖമുള്ള ആൾക്കാരുണ്ടാവില്ല അവർക്ക്, അല്ലെങ്കിൽ പ്രീ ഡിസ്പോസിങ് ഇൽനെസ്, ഓൾട്ടറിങ് ഓർഗൻ ഫങ്ഷൻസുകൾ, അപ്പോൾ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ വേറെ ഫങ്ഷൻസിലൊക്കെ മാറ്റങ്ങളൊക്കെ വരികയാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യും, പ്രശ്നങ്ങൾ വന്നേക്കാം എന്നുള്ളതാണ്. മെക്കാനിസം ഓഫ് ഡ്രഗ് ഇൻട്രാക്ഷൻ എങ്ങനെയാണ്? ദ ഫസ്റ്റ് വൺ ഈസ് ഫാർമസ്യൂട്ടിക്കൽ ഇൻട്രാക്ഷൻ. എന്താ ഫാർമസ്യൂട്ടിക്കൽ ഇൻട്രാക്ഷൻ? സോ ഇവിടെ ഫിസിക്കോ കെമിക്കൽ ഇൻട്രാക്ഷൻ ദാറ്റ് ഒക്കേഴ്സ് വെൻ ഡ്രഗ് ആർ മിക്സ്ഡ്. അപ്പോൾ ചില സമയങ്ങളിൽ രണ്ട് ഡ്രഗുകളൊക്കെ നമ്മൾ ഒരുമിച്ച് മിക്സ് ചെയ്യുന്ന സമയത്ത് അവിടെ ഫിസിക്കോ കെമിക്കൽ ഇൻട്രാക്ഷൻസ് ഉണ്ടായിരിക്കാം. അതായത് പ്രസിപ്പിറ്റേഷൻ, ഇനാക്ടിവേഷൻ, അത് ഡ്രഗ് ഇനാക്റ്റീവായി പോവുകയോ അങ്ങനെ വല്ലതുമൊക്കെ ആയി പോകാം എന്നുള്ളതാണ്. അടുത്തത് ഫാർമക്കോ കൈനറ്റിക് ഇൻട്രാക്ഷൻ ആണ്. അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റബോളിസം. നമ്മുടെ ADMA ഇല്ലേ, ADMA ഒക്കെ എല്ലാത്തിലും മാറ്റങ്ങൾ വരാം, അല്ലെങ്കിൽ ADMA എല്ലാം എന്ത് ചെയ്യാം, ഓൾട്ടർ ചെയ്തേക്കാം എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഈസ് ഫാർമക്കോ ഡൈനാമിക് ഇൻട്രാക്ഷൻ. സോ ഓൾറെഡി ഫാർമക്കോളജിക്കൽ റെസ്പോൺസ് ഇല്ലേ, ആ റെസ്പോൺസിൽ എന്ത് ചെയ്യാം, മാറ്റങ്ങൾ വരാം എന്നുള്ളതാണ്. അപ്പോൾ സിമ്പിളാണ്, ഒന്നുമില്ല കേട്ടോ. ഇനി ഫാർമസ്യൂട്ടിക്കൽ ഇൻട്രാക്ഷൻ. എന്താ ഫാർമസ്യൂട്ടിക്കൽ ഇൻട്രാക്ഷൻ? സോ ബേസിക്കലി ഇൻഗ്രീഡിയൻസിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് കേട്ടോ, അല്ലെങ്കിൽ മിക്സിങ്ങിൽ ഉണ്ടാകുന്ന വ്യത്യാസം, അല്ലെങ്കിൽ ഇൻകോമ്പാക്റ്റബിലിറ്റി. നിങ്ങൾ സ്യൂട്ടിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും, അങ്ങനെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെയാണ് നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ പറയാം. ഫാർമോകൈനറ്റിക് അബ്സോർപ്ഷൻ, ഇപ്പോൾ ബേസിക്കലി നമ്മളെ വയറ്റിൽ കൊടുക്കുവാണ്, എല്ലാവർക്കും ഒരേപോലത്തുള്ള അബ്സോർപ്ഷൻ ആകണമെന്ന് നിർബന്ധമുണ്ടോ? ചില സമയത്ത് GI ട്രാക്റ്റിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നേക്കാം. pHൽ മാറ്റങ്ങൾ വരാം, മെറ്റബോളിസിൽ മാറ്റങ്ങൾ വരാം, എക്സ്ക്രീഷനിൽ മാറ്റം വരാം. അതായത് ഇവിടെ ഈ പറയുന്ന ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് ഡ്രഗിൻ്റെ ഇൻട്രാക്ഷനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ ഡ്രഗിന് പ്രോപ്പറായിട്ട് കൈനറ്റിക് പ്രോപ്പർട്ടി കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ അതിന് ഹിൻഡ്രൻസ് ഉണ്ടാവും, തടസ്സം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇൻട്രാക്ഷൻ സംഭവിക്കാം. ഇനി അബ്സോർപ്ഷൻ ഇൻട്രാക്ഷൻ. സോ ഫസ്റ്റ് വൺ ഇസ് കോംപ്ലക്സേഷൻ. ഇപ്പോൾ ആൻറ്റാസിഡ്സ് ഒക്കെ ഇല്ല, ആൻറ്റാസിഡ്സ് നമ്മൾ ആൻറ്റിബയോട്ടിക്കിൻ്റെ കൂടെ കൊടുക്കുവാണെങ്കിൽ കോംപ്ലക്സ് ഫോം ചെയ്യും, കോംപ്ലക്സ് ഫോം ചെയ്ത് മാറിയിരിക്കും, അങ്ങനെ എന്ത് ചെയ്യില്ല, അബ്സോർപ്ഷന് വിധേയമാക്കില്ല. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു pHൽ മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ. പിന്നെ ഗട്ട് മോട്ടിലിറ്റി, ഏതെങ്കിലും ഒരു കാരണത്താൽ നമ്മുടെ ഗട്ട് മോട്ടയിലാകുന്നില്ല അല്ലെങ്കിൽ അനങ്ങുന്നില്ല, ഇവിടുത്തെ ഇങ്ങനെ ഫ്ലോട്ടായി കിടക്കുവാണെങ്കിലും നമുക്ക് അബ്സോർപ്ഷൻ ബാധിച്ചേക്കാം. ബേസിക്കലി അലുമിനിയം, മെഗ്നീഷ്യം, അയൺ, കാൽഷ്യം ഒക്കെ ആൻറ്റാസിഡ്സിലുണ്ട്. അതൊക്കെ ഈ സിപ്രോഫ്ലോക്സാസിൻ്റെയും പോലുള്ള ഡ്രഗ്സിൻ്റെ ഒക്കെ അബ്സോർപ്ഷനൊക്കെ കുറയ്ക്കാനുള്ള ചാൻസ് കൂടുതലാണ്. വൺ ഈസ് ഡിസ്ട്രിബ്യൂഷൻ ഇൻട്രാക്ഷൻ ആണ്. എന്താ ഡിസ്ട്രിബ്യൂഷൻ ഇൻട്രാക്ഷൻ? ബേസിക്കലി ഇവിടെ ഓൾട്ടറിങ് ആണ്. പ്രോട്ടീൻ ഡ്രഗ് ബൈൻഡിങ് ഇല്ലേ, നമ്മുടെ പ്രോട്ടീനിൽ ഡ്രഗ് ബൈൻഡ് ചെയ്യുന്നതിൻ്റെ ഇൻട്രാക്ഷൻസ് ഉണ്ടാകുന്നു. അങ്ങനെ പ്രോട്ടീൻ ബൈൻഡിങ്ങിൽ നമുക്ക്, അല്ലെങ്കിൽ പ്രോട്ടീൻ ബൈൻഡിങ്ങിന് വേണ്ടി ഡ്രഗ് വിധേയമാകാതിരിക്കുകയും അങ്ങനെ ടോക്സിറ്റി അല്ലെങ്കിൽ എഫക്റ്റുകളുടെ മാറ്റങ്ങൾ വരിക, എൻഹാൻസ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരിക എന്നുള്ളതാണ്. ഇപ്പോൾ ബേസിക്കലി ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് ഒന്നും കൂട്ടാം ഇല്ലെങ്കിൽ കുറയ്ക്കാം കേട്ടോ, മാറിയും തിരിഞ്ഞും വന്നേക്കാം. അതിൽ ഫസ്റ്റ് വൺ ഈസ് ആൻറ്റികോയാഗുലൻ്റ് ആണ്. അതിൻ്റെ കൂടെ നമ്മൾ ഫിനൈൽ ബ്യൂട്ടസോണും കൂടെ കൊടുക്കുവാണ് എന്നുണ്ടെങ്കിൽ ബ്ലഡ് ക്ലോട്ടിങ് ടൈം കൂട്ടാം. ആൻഡ് ടോൾബ്യൂട്ടമൈഡ് ഡിസ്പ്ലേസ് ചെയ്തിട്ട് സൾഫണമൈഡ് കയറി ഇരുന്നിട്ട് എന്ത് ചെയ്യും, ഹൈപ്പോഗ്ലൈസിമിക് എഫക്റ്റ് കൂട്ടാം. അതായത് നമ്മൾ പ്രോട്ടീൻ ഡ്രഗ് ബൈൻഡിങ് അറിയാലോ, പ്രോട്ടീനും
ഡ്രഗും തമ്മിൽ ബൈൻഡ് ചെയ്യുന്ന രീതി അറിയാമല്ലോ. അപ്പോൾ ആ ഒരു ഇൻട്രാക്ഷനെ കയറിയിട്ട് അവിടെ പോയിട്ട് മാറ്റങ്ങൾ വരുത്തുക അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്യിപ്പിക്കുക, അവിടെ മാറ്റം വരുത്തിക്കൊണ്ട് ഓൾട്ടർ ചെയ്യുന്ന രീതിയാണ് കേട്ടോ. ഇനി മെറ്റബോളിക് ഇൻട്രാക്ഷൻ ആണ്. സോ മെറ്റബോളിക്സ് നമ്മളെ എൻസൈംസ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ചില സമയങ്ങളിൽ ചില എൻസൈംസ് ഇൻഡ്യൂസ് ചെയ്യും, ചില എൻസൈംസ് ഇൻഹിബിറ്റ് ചെയ്യും. ഇപ്പോൾ ഇൻഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് ചിലപ്പോൾ ടോക്സിക്കിലേക്ക് പോകാം, ഇല്ലെങ്കിൽ ഇൻഹിബിഷൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇനാക്റ്റീവ്നെസ്സും വന്നേക്കാം. ഇപ്പോൾ എൻസൈം ഇൻഡക്ഷൻ ആണ് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബാർബിറ്റുറേറ്റ്സ് ഒക്കെ ആണെങ്കിൽ എൻസൈം ഇൻഡ്യൂസഡ് ആണ്. അപ്പോൾ അങ്ങനെ തന്നെ ഇപ്പോൾ മെറ്റബോളൈസ് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ്, ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്, ആൻറ്റി കൊയാഗുലൻസ് ഒക്കെ ആവുകയാണെങ്കിൽ എഫിഷ്യൻസി കുറയുന്നു കണ്ടോ. അപ്പം എൻസൈംസ് ഇൻഡ്യൂസ് ചെയ്തുകൊണ്ട് ഈ ഡ്രഗ്സിൻ്റെ ഒക്കെ ആക്ഷനിൽ നിന്ന് കുറയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ ബാർബിറ്റുറേറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ എൻസൈമിനെ ഇൻഡ്യൂസ് ചെയ്യുന്നതും അങ്ങനെ ഇങ്ങനെയുള്ള ഈ പറഞ്ഞ എക്സാമ്പിൾസിൻ്റെ ഉള്ള എല്ലാത്തിൻ്റെ എഫക്റ്റ് കുറയുന്നു. രണ്ട് എൻസൈം ഇൻഹിബിഷൻ ആണ്. MAO ഇൻഹിബിറ്റേഴ്സ് ക്യാൻ ഇൻഹിബിറ്റ് ദ മെറ്റബോളിസം ഓഫ് തൈമിൻ ഫ്രം ഫുഡ് ലീഡിങ് ടു പൊട്ടൻഷ്യൽ ഡേഞ്ചറസ് ഇൻക്രീസ് ഇൻ ബ്ലഡ് പ്രഷർ. കണ്ടോ, നമ്മുടെ ബ്ലഡ് പ്രഷറിൽ തന്നെ മാറ്റങ്ങൾ വരുത്തുകയാണ്. MAO ഇൻഹിബിറ്റേഴ്സ് എന്ത് ചെയ്യുന്നു, ടൈറാമിൻ ഫ്രം ഫുഡ് മെറ്റബോളിസം ഇൻഹിബിറ്റ് ചെയ്യുകയും അങ്ങനെ എന്ത് ചെയ്യുന്നു, നമുക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ BP ഒക്കെ കൂടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരിക. പിന്നെ മെട്രോണിഡസോൾ ഉണ്ട് കേട്ടോ, അതാണെങ്കിൽ എന്താണ് കൗമാരൻ ആൻറ്റി കൊയാഗുലിൻ്റെ മെറ്റബോളിസത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അങ്ങനെ ആൻറ്റി കൊയാഗുലിൻ്റെ ആക്ടിവിറ്റിയെ കൂട്ടുകയാണ് ചെയ്യുക, എന്ത് ചെയ്യുന്നു, കൂട്ടുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേപോലെ എൻസൈംസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും, അതിൽ മാറ്റങ്ങൾ വന്നേക്കാം. ഇനി എക്സ്ക്രീഷൻ ഇൻട്രാക്ഷൻ ആണ്. സോ എക്സ്ക്രീഷൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം, അത് മാറിക്കൊണ്ടിരിക്കും. ബേസിക്കലി അത് pH, റീനൽ ബ്ലഡ് ഫ്ലോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതുമായി ബന്ധപ്പെട്ടായിരിക്കുന്നത്. നമുക്ക് ഓൾറെഡി അറിയാമല്ലോ, ഒരു ഡ്രഗ് നമ്മളെ ബോഡിയിൽ നിന്ന് എക്സ്ക്രീറ്റ് ആയി എന്തായാലും പുറത്ത് പോകണം, അവിടെ ബോഡിൽ വെച്ചുകൊണ്ടിരിക്കാനായിട്ട് നമുക്ക് ഒരു കാരണവശാലും പറ്റത്തില്ല. അപ്പോൾ ചില സമയങ്ങളിൽ ചില ഡ്രഗുകൾ കൊടുക്കുമ്പോൾ നമ്മുടെ റീനൽ ബ്ലഡ് ഫ്ലോയിനെയൊക്കെ അല്ലെങ്കിൽ റീനൽ ഡ്രഗ് ക്ലിയറൻസിനെയൊക്കെ ബാധിച്ചേക്കാം. അതിൽ ട്യൂബുലർ സെക്രീഷൻ, അതിൽ പറയുവാണെങ്കിൽ പ്രൊബനാസിൻ ആണെങ്കിൽ ആൻറ്റിബയോട്ടിക്കിനെ സെക്രീഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അതായത് ആൻറ്റിബയോട്ടിക്സ് കഴിച്ചാൽ ബോഡിയിൽ നിന്ന് എന്തില്ല, പുറത്തേക്ക് പോകില്ല. അപ്പോൾ പ്രൊബനാസിഡ് കൊടുക്കുമ്പോൾ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുവാണെങ്കിൽ സൂക്ഷിച്ച് കൊടുക്കുക. ഇനി യൂറിൻ pH, ആൻറ്റാസിഡ് കൊടുക്കുവാണെങ്കിൽ ബേസിക് ഡ്രഗിൻ്റെ അബ്സോർപ്ഷൻ നടക്കും. ദാറ്റ് മീൻസ് ഓൾട്രേഷൻ ഓഫ് pH ആണ്. ആൻഡ് റിയൽ ബ്ലഡ് ഫ്ലോ, NSAID കൊടുക്കുവാണെങ്കിൽ ലിഥിയം ക്ലിയറൻസ്, അതായത് ഇപ്പോൾ NSAIDയും ലിഥിയവും കൂടെ ഒരുമിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലിഥിയം ക്ലിയറൻസിനെയും ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എക്സ്ക്രീഷനും ബാധിക്കുന്നു. സോ നെക്സ്റ്റ് വൺ ഈസ് ഫാർമക്കോ ഡൈനാമിക് ഇൻട്രാക്ഷൻ ആണ്. സോ ആൻറ്റഗോണിസം, അഡിഷൻ, സൈനർജിസം ആണ്. ഇതെല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞാണ്, നിങ്ങൾക്ക് വായിച്ചാൽ മാത്രം മതിയാകും. സോ നെക്സ്റ്റ് വൺ ഈസ് റെഡ്യൂസിങ് ദ റിസ്ക് ഓഫ് ഡ്രഗ് ഇൻട്രാക്ഷൻ. നമ്മൾ എങ്ങനെ ഡ്രഗ് ഇൻട്രാക്ഷൻ കുറയ്ക്കുന്നത്, അസസ് ചെയ്യുക, ഹിസ്റ്ററി നോക്കുക, പേഷ്യൻ്റ് എഡ്യൂക്കേറ്റ് ചെയ്യുക, നിങ്ങൾ വേറെ മരുന്ന് എടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുക. ഇതൊക്കെ ഫാർമസിസ്റ്റിൻ്റെ ജോലിയാണ്, നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട ജോലിയാണ്. നമ്മൾ ചോദിക്കണം, നിങ്ങൾ വേറെ മരുന്ന് കഴിക്കുന്നുണ്ടോ, കാര്യം നമുക്ക് ഇൻട്രാക്ഷൻ അറിയണമല്ലോ. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. പിന്നെ ബേസിക്കലി നമ്മൾ ലൈഫ് സ്റ്റൈലൊക്കെ ഡ്രഗ് ഇൻട്രാക്ഷനെ ബാധിക്കാറുണ്ട്. ഇപ്പോൾ ഓൾറെഡി പറഞ്ഞതുപോലെ എൻവോൺമെൻറ്റിലൊക്കെ ബാധിക്കുന്നുണ്ട്. സ്മോക്കിംഗ് എഫക്റ്റ് ആകാം, ആൽക്കഹോളിക് എഫക്റ്റ് ഒക്കെ ഒരു ബാധിക്കുന്ന കാര്യമാണ്. അപ്പം പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആൻഡ് പേഷ്യൻ്റ് മോണിറ്ററിങ് ആൻഡ് പേഷ്യൻ്റ് അഡ്ഹറൻസ് ഇസ് ദ മോസ്റ്റ് തിങ് വിച്ച് വി റിക്വയർഡ്. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ, ഡ്രഗ് സേഫ്റ്റി ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ. സിമ്പിൾ ചാപ്റ്ററാണ്, ഭയങ്കര സിമ്പിളാണ്, കുറേ കോറിലേറ്റ് ചെയ്യാൻ പറ്റും. സോ മിക്കവാറും ഫാക്ടേഴ്സ് നമുക്ക് പഠിക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് വായിക്കുക, റെഫറൻസ് നോട്ട് വായിക്കുക. താങ്ക് യു.